അപ്പൊ ചെമ്പന്താര കുഞ്ഞേ എന്നെ ഇപ്പൊ താരാന്ന് വിളിച്ചാ മതി. ഒന്നും പറയാൻ പറ്റത്തില്ല. എന്റെ മോളെ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ നിൽക്കുമ്പോൾ വിളിക്കാൻ പറ്റത്തില്ല. അതൊന്നും എന്നെ താരാന്ന് വിളിക്കാം, അത് അല്ലെങ്കിൽ ഞാൻ ചോടി വരും. നടക്കത്തില്ല. കാരണം ഈ വേഷം മാറ്റി കഴിഞ്ഞാൽ താരാന്ന് വിളിക്കാം. അല്ലെങ്കിൽ എന്ത് വരുന്ന പറഞ്ഞ? അല്ലെങ്കിൽ ഞാൻ ചൊടിക്കും. ഞൊട്ടയിടത്തില്ലേ? ഇങ്ങനെ അല്ലേ ഇങ്ങനെ ചെറിയൊരു അതൊക്കെ ഞൊടിക്കുന്നത്. അത് ഞൊടിക്കുന്നു. എന്നെ താരാന്ന് വിളിച്ചാ മതി, അല്ലെങ്കിൽ വെരി സോറി സീറ്റി. നല്ല ദേഷ്യം വരും. ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ പോയി. പിന്നെ പോയി. നല്ല പരിപാടിയുണ്ട്. അത് മോക്ക് അറിഞ്ഞൂടാത്തോണ്ടാ. മതിലില്ലേ? അമ്മയാ? ഏതമ്മ? ചെമ്പുതാരെ എന്തോ ഇത് കേക്ക് പറയുന്നത്. ചെമ്പുതാരെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? മീനുട്ടിക്ക് അറിയോ? ഇല്ല, എനിക്കറിയത്തില്ല. ഭയങ്കരമായിട്ട് ദേഷ്യം വന്നത് തൊട്ടപ്പുറത്ത് നല്ല മതിലുണ്ട്. അതിലോട്ട് ഒരു 5 കടിയും കടിക്കും. ദേഷ്യം പോവും, പല്ലും പോവും, എല്ലാം കൊണ്ട് ശാന്തയാകും. ഞാൻ അങ്ങനെ വിടാൻ പറ്റൂല. ഞാൻ പറഞ്ഞ താരാന്ന് വിളിച്ചാ മതി. ഇല്ല, ഞാൻ ഈ പരിപാടിയിൽ ഞാൻ സെലക്ട് ആക്കാതെ നിക്കണം. സെലക്ട് ആക്കാതെ നിക്കണോ? സെലക്ട് ആക്കാതെ നിക്കണം. സെലക്ട് ആക്കാതെ നിക്കണോ? അങ്ങനെയാണെങ്കിൽ അണ്ണാച്ചി ഒരു കാര്യം ചെയ്തു പൊക്കോ. ഞാൻ പോകൂല. ചുമ്മാ അങ്ങ് തള്ളി നോക്കിയതാ. എന്തായാലും ചെമ്പന്താര അസലായിട്ട് പാടിയിട്ട് വിളിക്കും. അല്ല, ഇപ്പൊ ദേഷ്യം വന്നാ എന്ത് സംഭവിക്കും? എന്ത് ചെയ്യും? ഒന്നും സംഭവിക്കും. ആണോ? ഇല്ല, മൈക്കെ കടിക്കും. അന്നത്തെ പോലെ മറ്റേ മുടിയുടെ കാര്യം പറഞ്ഞ പോലെ എന്നെ ഇന്നും ചെയ്യരുതേ പ്ലീസ്. മുടിയുടെ കാര്യം നിങ്ങൾ പറഞ്ഞോ? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഈ കൊച്ച് എങ്ങനെ പാടിയെന്നറിയോ? ഈ താളം മാറിയൊക്കെ വന്നല്ലോ. എന്തോ അതൊക്കെ എങ്ങനെയാണ് ഈ ചെമ്പന്താര പാടിയത്? ഓ, അപാരമായിരിക്കുന്നു കേട്ടോ. അതെന്റെ അമ്മ പഠിപ്പിച്ചത്. എല്ലാരും അമ്മ പഠിപ്പിച്ച മക്കളെ. അമ്മ പഠിപ്പിച്ച അമ്മയുടെ പേര് അമ്മ പറയ്. അങ്ങനെ പറയല്ല. അമ്മ പറഞ്ഞിട്ടില്ലേ അഞ്ജു കൃഷ്ണൻ എന്ന് പേര്? അഞ്ജു കൃഷ്ണൻ. ഫുൾ നെയിം പറയണം. ചെമ്പൻ കൃഷ്ണൻ. അല്ല അണ്ണാച്ചി, ചെമ്പൻ കൃഷ്ണൻ. ചെമ്പൻ കൃഷ്ണൻ ചെമ്പന്താരെ പഠിപ്പിച്ചു. എന്റെ അമ്മ പാവ, അതുകൊണ്ട് ചെമ്പൻ കൃഷ്ണൻ. അമ്മ പാവം എന്നാര് പറഞ്ഞു? പേരിട്ടുണ്ടല്ലോ. തല്ലി ഓടിക്കും എല്ലാരും. ഏതായാലും കലക്കി ചെമ്പു. ചെമ്പു അണ്ണാ, മക്കളെ സൂപ്പറായിട്ട് പാടി കേട്ടോ. മറന്നുപോയി. ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം. ഞങ്ങൾ പറഞ്ഞത് കേട്ടതിന് ശേഷം ക്വസ്റ്റ്യൻ മതി. ഞാൻ പറഞ്ഞ ഉഗ്രായിട്ട് പാടി. എനിക്ക് ശരത്തങ്ങളുടെ ഒരു ഒറ്റ ഡൗട്ടുണ്ട്. അങ്ങനെ ഒരു കുളിരി പോലിയ സാധനം വന്നല്ലോ, അതെന്തായിരുന്നത്? പാട്ടിന്റെ ഇടയ്ക്ക് അതൊരു അസാധ്യമായിരുന്നു. ആർക്കും പറ്റത്തില്ല അങ്ങനെ പാടാൻ. അത് ശരിയാ. കുഞ്ഞിന് അത് ചെമ്പന്താരയ്ക്ക് മാത്രമേ പറ്റൂ. അതാർക്കും പറ്റത്തില്ല. ആർക്കും പറ്റത്തില്ല. ക്ഷീണിച്ചു കുഞ്ഞിന്റെ അടുത്ത്. ചൊറിയുന്നുണ്ടോ ഇവിടെ? ഇല്ല, അതെ മീശയില് എനിക്ക് എന്തോ പൈസ ഒട്ടിച്ചിട്ട് അത് എനിക്ക് എന്തോ ഇങ്ങനെ. ഇപ്പൊ ചോദിക്കും. എന്തോ ചോദിക്കാൻ വന്നല്ലോ. മറന്നുപോയി. മറന്നിട്ടില്ല, ഞാൻ പറയട്ടെ. ഒരു വർഷത്തില് ഒരു ഒരു വർഷത്തില് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഉറുമ്പിന്റെ അപ്പന്റെ പേരെന്തെന്ന്? ഉറുമ്പിന്റെ അച്ഛന്റെയോ? ആൻഡപ്പൻ. കഴിഞ്ഞു, ജയിച്ചു. അത്രേ ഉള്ളൂ. താരക്കുട്ടി, ഒരു വർഷത്തിലെ ഒരു തവണ വരുന്ന ഗസ്റ്റ് ആരാണെന്ന്? അതല്ല ചോദ്യം. ഓഗസ്റ്റ്. അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. മൈൻഡ് റീഡിംഗ് വഴി ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പൊ അതാരാണ്? നിത്യക്ക് ഇപ്പൊ ഇതാ പരിപാടി. എല്ലാരും അങ്ങ് മൈൻഡ് റീഡിംഗ്. അതുകൊണ്ട് ഇപ്പൊ മൊത്തത്തിൽ മനസമാധാനം പോയിരിക്കുക മാമന്റെ. അതിന്റെ ഉത്തരം എന്താ? ഞാൻ അങ്ങോട്ട് ചോദിക്കാം. ഓഗസ്റ്റ് എന്നല്ല, മാവേലിയാണ് ഓഗസ്റ്റ്. മാവേലി ഓഗസ്റ്റ്. അപ്പൊ ക്രിസ്മസ് അപ്പൂപ്പനോ? ക്രിസ്മസ് അപ്പൂപ്പനും. അവരും രണ്ടുപേരില്ലേ? രണ്ടുപേരും ഉണ്ട്. ആര് പറഞ്ഞാലും ഓക്കെയാ. എന്തായാലും പാട്ട് കലക്കി. സൂപ്പർ
സൂപ്പറായിരുന്നു. താങ്ക് യു. ഹാ, ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ, കാണാനും. കാണാൻ വൃത്തിയുടെ കേൾക്കാൻ കുഴപ്പമില്ല, കാണാൻ ഇതെന്തോന്ന് നീ ഇങ്ങനെ കുറ്റി പോലത്തെ മുടി ഡാൻസ് അതിലെന്നെ ശരിക്കും മുടിയുണ്ട്. വേറെ ഉണ്ടോ മുടി? അറിഞ്ഞൂടല്ലോ. അയ്യോ വേണ്ട, അയ്യോ വേണ്ട. അയ്യോ അവളെ ഇളക്കല്ലേ. ഇനി പറഞ്ഞെടുക്ക, ഇനി മുതൽ അങ്ങനെ പറഞ്ഞല്ലോ. ചെമ്പുതാരെ ഈ വേഷം അത്ര ശോഭിച്ചില്ല മോളെ, അത് കൊള്ളത്തില്ല. അത് വേണ്ട, മാറ്റണ്ട. വേണ്ട. പക്ഷെ അത്ര കൊള്ളത്തില്ല മോളെ, അത് കുറെ കൂടെ ഒക്കെ നന്നാവാം. ഞാൻ പോവാം. അപ്പൊ ഞാനൊരു കാര്യം തരാം, അതും കൂടെ വാങ്ങിച്ചോണ്ട് വെക്കും. ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പൂക്കുറ്റി. ഇനി പൊക്കോട്ടോ. മോളെ വെറുതെ പറഞ്ഞ കേട്ടോ, മോള് സുന്ദരിയാ കേട്ടോ. സുന്ദരി ബാവയാ, ചക്കര കുഞ്ഞ്. സന്തോഷായി. അയ്യോ മോള് സുന്ദരി എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു സുന്ദരി ലോകത്തെങ്ങുമില്ല. അതെ. ഓക്കെയാണോ? ബൈ ബൈ. ടാറ്റാ. ടാറ്റാ, ടാറ്റാ, ടാറ്റാ. ടാറ്റാ.